സോ ഗൈസ്, നമ്മുടെ ക്യൂ കഴിഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റ് ഇങ്ങനെ ഒരു പേജാണ് കിട്ടുന്നത്. സോ നമുക്ക് ഇവിടെ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കാം. അതായത് ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർ നിങ്ങൾ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. പിന്നെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചെയ്തവരാണെങ്കിൽ നമ്മൾ സൈൻ ഇൻ കൊടുക്കുക. അങ്ങനെ നമ്മൾ സൈൻ ഇൻ കൊടുക്കുന്നു. എന്നിട്ട് നമ്മളിവിടെ പാസ്പോർട്ട് കൊടുക്കുന്നു. ദെൻ കണ്ടിന്യൂ. എന്നിട്ട് പാസ്പോർട്ട് നമ്പർ അടിക്കുക. എന്നിട്ട് എഗെയിൻ കണ്ടിന്യൂ കൊടുക്കുക. ഫോൺ നമ്പറിലേക്കാണോ മെയിൽ ഐ ഡിക്കാണോ കോഡ് വരേണ്ടതെന്ന് വെച്ചാൽ അത് കൊടുക്കുക. ഫോൺ നമ്പറിൽ കൊടുക്കുക. ദെൻ OTP അടിക്കുക. അപ്പോൾ OTP അടിക്കുക. എന്നിട്ട് വീണ്ടും കണ്ടിന്യൂ കൊടുക്കുക. സ്റ്റാർട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുക. കോണ്ടാക്ട് പ്രിഫറൻസ് കൊടുക്കുക. ഇമെയിൽ കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുക. വീണ്ടും കണ്ടിന്യൂ കൊടുക്കുക. സേവ് ആൻഡ് ലെറ്റർ കൊടുക്കരുത്. അത് കഴിഞ്ഞതിന് ശേഷം അത് ഐഡൻറ്റിറ്റി ആൻഡ് കോണ്ടാക്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡിക്ലറേഷൻ കൊടുക്കാം. ഇതിലേതാണോ നിങ്ങൾ അത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് എവിഡൻസ് അപ്ലോഡ് കൊടുക്കുക. നിങ്ങളുടെ പാസ്പോർട്ട് ഇവിടെ അപ്ലോഡ് ചെയ്യുക. ഗൈസ്, ദെൻ ചൂസ് ഫയൽ കൊടുക്കുക. എവിടെയാണോ നിങ്ങളുടെ പാസ്പോർട്ട് കിടക്കുന്നത് അവിടെ കൊണ്ട് സെലക്ട് ചെയ്യുക. ദെൻ ഓപ്പൺ കൊടുക്കുക. അപ്ലോഡ് കൊടുക്കുക. ഡിക്ലറേഷൻ എവിഡൻസ് ആഡ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. എന്നിട്ട് ഒന്നും കൂടി അപ്ലോഡ് ചെയ്യാം. ഞാൻ വീണ്ടും കണ്ടിന്യൂ കൊടുക്കുന്നു. ദെൻ കണ്ടിന്യൂ കൊടുക്കുന്നു. കൺഫേം ആൻഡ് അപ്ലോഡ് കൊടുക്കാം. എവിഡൻസ് അപ്ലോഡ് ആയിട്ടുണ്ട്. പിന്നെ കണ്ടിന്യൂ കൊടുക്കുക. അപ്പം ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കോണ്ടാക്ട് പ്രിഫറൻസ്, ഡിക്ലറേഷൻ, എവിഡൻസ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സബ്മിറ്റ് കൊടുക്കാം. സബ്മിറ്റ് കൊടുക്കുക. ഇത് കൺഫേം ആൻഡ് സബ്മിറ്റ് കൊടുക്കുക. സോ നമുക്കൊരു യുണീക്ക് നമ്പർ കിട്ടും. മെയിലിലേക്ക് വരും. സോ ഇവിടെയും കണ്ടിന്യൂ കൊടുക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് മെയിൽ വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബൈ ബൈ.